ബിഗ് ബോസ് എപ്പിസോഡ് 12 ഡേ 11 11ാമത്തെ ദിവസവും 12ാമത്തെ എപ്പിസോഡും ഇന്നെന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ ഓക്കെ. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എപ്പിസോഡ് അവലോകനത്തിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ ഗെയിം ചേഞ്ചർ ജാസ്മിൻ്റെ ഉപ്പ, ജാസ്മിൻ്റെ ഫാദർ. അത് പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. അതായത് ഇന്ന് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു ബിഗ് ബോസിലോട്ട്. ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് വയ്യ, ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞൊരു കോൾ വന്നു. കൺഫെഷൻ റൂമിൽ വെച്ച് ജാസ്മിൻ സംസാരിക്കുന്നത് അത് കാണിച്ചില്ല. കോള് വരുന്നു എന്ന് വരെ കാണിച്ചിട്ട് അവിടെ കട്ട. പിന്നെ നമ്മൾ കാണിച്ചിട്ടില്ല ബാക്കി. ലാലട്ടം വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോന്നൊന്നും അറിയില്ല. അപ്പം പുള്ളിക്ക് അസുഖമാണെന്നും പറഞ്ഞ് വിളിച്ചു. പക്ഷെ അവിടുന്ന് ഇറങ്ങി വന്ന ജാസ്മിൻ ഫുള്ളി ചേഞ്ച് ചെയ്തു. ഗെയിം ഫുള്ള് ചേഞ്ച് ചെയ്തു. അതായത് ഇനി ഗബ്രിയായിട്ട് നോ കണക്ഷൻ, അവരുമായിട്ട് ഇനി ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതായത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു കുറച്ച് ആൾക്ക്, ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗെയിമാണ്, ഇവർ ഇത് ക്യാമറയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണെന്നാണ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്. ഇവരുടെ ഈ ഒരു ലവ് ട്രാക്കിലൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക്, ആ ക്യാമറ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ക്യാമറ എല്ലാം ഇവരെ നോക്കണം. അതായത് ബിഗ് ബോസ് ഇവരുടെ കൈ വരെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ബിഗ് ബോസിനും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതങ്ങ് തിരുത്തി ജാസ്മിൻ, അതങ്ങ് തിരുത്തി. ഇനിയില്ല. അതായത് വെളിയിൽ എന്താണ്, വെളിയിൽ ഇത് നെഗറ്റീവായിട്ടാണ്, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആക്റ്റീവ് നെഗറ്റീവായിട്ടാണ് പോകുന്നതെന്ന് ബിഗ് ബോസ് തന്നെ ജാസ്മിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്താണ്, അവർക്കൊന്നും എന്താ വെളിയിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ബിഗ് ബോസിനോട് ചോദിക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ, കാരണം വെളിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഗെയിമൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് അവരെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ആ റോക്കിയും കൂടി പറഞ്ഞു കൊടുക്കുക. റോക്കിയുടെ നീ മണ്ടത്തറ കാണിക്കുന്നത് പറഞ്ഞു കൊടുക്കുക. അവർക്ക് കൂടി പറഞ്ഞു കൊടുക്ക്. ജാസ്മിൻ എന്ത് പ്രിവിലേജാണ് ഉള്ളത്? ഇനി ജാസ്മിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ജാസ്മിൻ കുറ്റാവുമോ, ഇറങ്ങിപ്പോകുന്നല്ല. ഇനി ലാലട്ടം വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇറക്കുമോന്നും അറിയില്ല. നമുക്ക് ശനി ഞായറുള്ള ദിവസങ്ങളിൽ അറിയാവുള്ളൂ. ഒരു റയർ ചാൻസേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന നേരത്തെ ഇറക്കി വിടാണ്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വെളിയിൽ നടക്കുന്ന കാര്യം, വെളിയിൽ ഇവരുടെ കോംബോ അല്ലെങ്കിൽ വെളിയിൽ എന്താണ്, ഷോയ്ക്ക് എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം ജാസ്മിനെ അറിയിച്ചു കൊടുത്തു. സോ ജാസ്മിൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗബ്രിയായിട്ടുള്ള ആ റിലേഷൻ എന്തായാലും അവർ ക്ലോസ് ചെയ്യുകയാണ്, കുറച്ച് അകലം പാലിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ വെളിയിൽ നടക്കുന്ന കാര്യം ജാസ്മിനെ അറിയിച്ചു കൊടുത്തതല്ല. ഉപ്പയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് മാത്രം പറഞ്ഞാൽ പോരെ. ജാസ്മിൻ എന്തായാലും ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് എടുക്കാം. ഇന്ന് രാവിലെ അടിയോടൊക്കെ കൂടി തന്നെയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടി തുടങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇന്ന് 6:30 വിളിച്ചെഴുന്നേപ്പിച്ചു. 8 മണിക്കാണല്ലോ നേരത്തെ എഴുന്നേപ്പിക്കാറില്ല. പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇവരെ 6:30 വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് എല്ലാവരും 6:30 എഴുന്നേക്കുന്ന ടീമല്ലോ ഇവർ. ഒരിടത്ത് ലൈറ്റായിട്ടാണല്ലോ കിടക്കുന്നത്. എന്ന് വെച്ചാൽ 12 മണിക്ക് ശേഷമാണ് ഈ ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വരുന്നത്. ആളുകൾ കാണുന്നത് 12 മണിക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. ലൈവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര വലിയ സംഖ്യ കാണിക്കുന്നത് ഈ വ്യൂവർഷിപ്പ് വരുന്നത്. നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ മുകളിൽ എഴുതി കാണിക്കുമല്ലോ എത്ര പേര് ലൈവ് കാണുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവർ 6:30 വിളിച്ചെഴുന്നേപ്പിച്ചു. അതിനുശേഷം ജാസ്മിൻ ആ ബാത്റൂമിൻ്റെ സൈഡിൽ വെച്ച് സോഫയിൽ പോയി കിടന്ന് ഉറങ്ങിയത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പട്ടി കുറച്ചു. ജാസ്മിൻ സമ്മതിക്കില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതല്ല. കണ്ണടക്കുന്നതിന് ഉറക്കമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ണടക്കുന്നത് ഉറക്കമെന്നാണ് പറയുന്നത്. അപ്പം ജാസ്മിൻ എന്തായാലും സമ്മതിക്കില്ല. അപ്പം റോക്കി പറഞ്ഞു, അറിയാമല്ലോ നമ്മുടെ റോക്കി മച്ചാൻ്റെ വഴി. റോക്കി പറഞ്ഞു ജാസ്മിനാണ് ഉറങ്ങിയെന്ന് കണ്ടിട്ടുണ്ട്, ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഏറ്റെടുത്തോളാം. ആദ്യം പറഞ്ഞില്ല കേട്ടോ. അപ്പോഴാണ് റോക്കി അലമുണ്ടാക്കിയ റോക്കി ഗബ്രിയുടെ നിന്ന് താക്കോൽ എടുത്തിട്ട് പോയി നമ്മുടെ പവർ റൂമിൽ ഓടിക്കേറി പഴമൊക്കെ എടുത്ത് തിന്നു. അതിനുശേഷമാണ് ഇവരെല്ലാം കൂടി ശിക്ഷ കൊടുക്കണമെന്നുള്ള രീതിയിൽ ജാസ്മിനെ കൊണ്ട് വെസൽ ക്ലീൻ ചെയ്യുക എന്ന് പറയും. 2 ദിവസത്തേക്ക് വെസൽ ഫുള്ള് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് റോക്കി ആ മുറി കയറിയതിനും 3 ദിവസം ബാത്റൂം ക്ലീൻ ചെയ്യണമെന്ന് പറയും. റൂമിൽ കയറിയതിനും പവർ റൂമിൽ കയറിയതിനും താക്കോൽ എടുത്തുകൊണ്ട് പോയതിനും 3 ദിവസം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയി. അതിനുശേഷം ശരണ്യയും ബാക്കി എല്ലാവരും കയറി പിടിച്ചു ഇവരുടെ റിലേഷൻ, ഗബ്രി ജാസ്മിൻ റിലേഷനെ കുറിച്ചിട്ട്. ആ വീട്ടിൽ തന്നെ ഭയങ്കര ചർച്ചയായി. അതായത് ശരണ്യ പറഞ്ഞ പക്ക പോയിന്റ്സാണ്. ഒരു റിലേഷൻ അതിപ്പോൾ എന്തുവാണ്, ഫ്രണ്ട്ഷിപ്പ്, ലവ് അല്ലാത്തൊരു റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ അവിടെ ഒരു ഇതുണ്ട്, ലൈനുണ്ട്, ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. അതിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇവരതൊന്നും അല്ല അവിടെ കാണിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല ഇവരുടെ. ഇവർ മാനിപ്പുലേറ്റിംഗ് ആണ്, മറ്റേതാ മാസം. ശരണ്യ പക്ക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജാക്കി മോൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുക റിസോർട്ട് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിജോയും എന്ന് പറയുന്നുണ്ട് ഞാനും ചോദിച്ചിട്ടുണ്ട് റിസോർട്ട് ആണെന്നുള്ള കാര്യം, നിങ്ങളുടെ റിസോർട്ട് പോലെയാണോ കാണുന്നതെന്നൊക്കെ. പിന്നെ അവിടെ ഒരു ചെറിയ കശപ്ശയൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ജാസ്മിനെ ഉള്ളിലോട്ട് വിളിക്കുന്നത്. പിന്നെ പ്രശ്നങ്ങളാവുന്നത്, ഉപ്പ വിളിച്ചു എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ജാസ്മിൻ വന്നിട്ട് എൻ്റെ പൊന്നോ മാരകാഭിനയം ആ റൂമിൽ കിടന്നിട്ട് ഗബ്രി എനിക്ക് വയ്യ ഗബ്രി, എനിക്ക് സംസാരിക്കാൻ വയ്യ ഗബ്രി. അതായത് ഗബ്രിനെ അറിയിക്കണം സംഭവം. ഇനി നമുക്ക് ഈ മുമ്പോട്ട് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഗബ്രിനെ അറിയിക്കുകയും വേണം. എന്നാൽ പ്രേക്ഷകർക്കൊരു ഡൗട്ട് തോന്നാനും പാടില്ലാണ്ട്. റോക്കി ആ റൂമിൻ്റെ വെളിയിൽ കൂടി അങ്ങനെ പോയപ്പോൾ അയ്യോ റോക്കി എന്ത് അഭിനയമാണ് എൻ്റെ പൊന്നു നീ കാണിച്ചു കൂട്ടുന്നേ. മൊത്തം അഭിനയമാണെന്നുള്ളതിന് അതിൻ്റെ അടിയിൽ വന്നേക്കുന്ന കമൻറ്റ്, ലൈവിനടിയിൽ വന്നേക്കുന്ന കമൻറ്റ്, ഈ പ്രമോയ്ക്കടിയിൽ വന്നേക്കുന്ന കമൻറ്റ് മൊത്തം എടുത്ത് നോക്കിയാൽ മതി. മൊത്തം നെഗറ്റീവാണ് ജാസ്മിൻ, നിനക്ക് മൊത്തം നെഗറ്റീവാണ് വരുന്നത്.
അത് നിർത്തുക ഇനിയെങ്കിലും. ആ മാനിപ്പുലേഷൻസ് നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ ഇനിയെങ്കിലും നോക്കും. ബിഗ് ബോസ് ഒരു ചാൻസ് എന്നൊക്കെ ഇവർ ബിഗ് ബോസ് ചിന്തിച്ചതിന് അപ്പുറമേ ബിഗ് ബോസ് ഇവരുടെ ലവ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനിരുന്ന സൂം ചെയ്ത് ഇവരുടെ കൈ കാണിക്കുന്നു, മുഖം കാണിക്കുന്നു, ഇവരുടെ ചേഷ്ടകളെല്ലാം കാണിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബിഗ് ബോസ് വളർത്തിയതിനേക്കാളും കൂടുതൽ ഇവരും കയറി വളർന്നു. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇത് നെഗറ്റിവിറ്റിയാണ്, ഷോയ്ക്ക് തന്നെ നെഗറ്റിവിറ്റി ആണെന്ന് മനസ്സിലായി. കൺവെൻഷൻ റൂമിൽ വിളിച്ചു. ഇനി ഉപ്പ വിളിച്ചോ അതോ എന്താണ് എന്തായാലും കാര്യം പറഞ്ഞു കൊടുത്തു. വെളിയിൽ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, സാധനം ചേഞ്ച് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. വേറെ ആർക്കും ഇത്രയും നാളെ സീസൺ 6 വരെ പറഞ്ഞു കൊടുക്കാത്തത് ജാസ്മിൻ പറഞ്ഞു കൊടുത്തത് എന്ത് പ്രിവിലേജ് കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അവരുടെ ഷോ ആണല്ലോ, അവരുടെ ഷോയ്ക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും അത് തിരുത്തുക എന്നുള്ളത് അവരുടെ ബിസിനസ് ട്രിക്ക്. അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ അഭിനയം എനിക്ക് വയ്യ, അത് കണ്ടിട്ട് എനിക്ക് അഭിനയ കുലപതി കൊച്ചു സിനിമയെല്ലാം കണ്ടു അഭിനയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പുതിയ ട്രാക്ക് ജബ്രി എന്നായിരുന്നല്ലോ ഇവരുടെ ഒരു കോംബോയെ ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രിയുടെ ജബ്രി. ആ ജബ്രി മാറിയിട്ട് ഇപ്പോൾ റബ്രിയോ അങ്ങനെ എന്തോ വന്നേക്കുന്നത്. അതായത് റസ്മിൻ ബായും ഗബ്രിയും തമ്മിൽ പുതിയ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രോള് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഭയങ്കര ട്രോള്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അത് വിടാം. അപ്പോൾ അതിനുശേഷം അങ്ങനെ വരുന്നെങ്കിൽ വരട്ടെ. അപ്പോൾ ഈ ബഹളത്തിനൊക്കെ ശേഷം ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് പവർ റൂമിലുള്ളവരെ മറ്റുള്ളവർക്ക് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ കളിയാക്കാം, അതായത് ട്രോൾ ചെയ്യാം, സ്കിറ്റ് ചെയ്യാം. അങ്ങനെ സ്കിറ്റ് ചെയ്യുന്നത് സ്കിറ്റിൽ വിജയിച്ചത് സിജോയുടെ ടീമാണ്. സിജോയുടെ സ്കിറ്റ് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിയിൽ ജാസ്മിൻ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ എടുത്ത് ഉടുക്കേണ്ടതാണ് ജാസ്മിനെയൊക്കെ. പക്ഷേ അവർ നല്ല ഒരു ആരെയും അങ്ങനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കിറ്റ് എല്ലാവരും ചെയ്തു. ഒരുപാട് ആരെയും ഹർട്ട് ചെയ്തില്ല. ഈ വിവരക്കേട് വിളിച്ചു പറഞ്ഞ റോക്കി വരെ പറഞ്ഞു അവൾക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് ഹെർട്ട് ചെയ്യാണ്ട് സ്കിറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ റോക്കിയുടെ കാര്യം പറയാൻ ഒരു കാര്യം പറയാം. ഈ റോക്കി തല്ലും എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് അതൊക്കെ വളരെ മോശമാണ്. വെളിയിലോട്ട് പോകുന്ന ഷോയുടെ വെളിയിലോട്ട് പോകുന്ന ഫുട്ടേജൊക്കെ അല്ലേ, തല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ നേരെ ചെല്ലേണ്ട കാര്യമില്ല, അതൊക്കെ തെറ്റാണ്. അപ്പം അവർക്ക് സമ്മാനം കിട്ടി, സിജോയുടെ ടീമിന് സമ്മാനം കിട്ടി. സമ്മാനം കൊടുത്തത് വറുത്ത ചിക്കനോ അങ്ങനെ എന്താണ് സമ്മാനം കൊടുത്തത്. അതിനുശേഷം ജാസ്മിൻ ആ സോഫയിൽ ഇരുന്ന് കരയുന്നുണ്ട്, അടുത്ത കരഞ്ഞിൽ അഭിനയം. അയ്യോ ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കുന്നത്, എന്നോട് ക്ഷമിക്കേ, വെള്ളിയാഴ്ച വരെയെന്ന് എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ എന്നോട് നിന്നോടെ ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഞാൻ ഗബ്രിയോട് പറഞ്ഞാൽ ഞാൻ കമ്മിറ്റഡാണ്, നിങ്ങൾ എന്നെ വെറുതെ വിടൂ. എന്നാൽ മോളെ നിനക്ക് കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം 2-3 ദിവസം മുമ്പ് ഈ വീട്ടിൽ മൊത്തം നീ പുട്ടിന് വീടിടുന്നവരുടെ ഇടയ്ക്ക് ഒഴിവാന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന്. ആ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഈ കാര്യം കൊണ്ട് പറയാൻ പറ്റാതെ ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് കയ്യിൽ നിന്ന് പാളി, നിങ്ങൾക്ക് നെഗറ്റീവാണ് വെളിയിൽ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ കമ്മിറ്റഡ് ആണെന്നുള്ളത് പറയാൻ പറ്റി. നിങ്ങൾ കളിച്ചത് പക്കാ നാടകമാണ്, പക്കാ മാനിപ്പുലേഷനാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, പൊട്ടത്തരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ ഒറിജിനാലിറ്റി വെളിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ജാസ്മിനെ എന്ന് വെച്ചാൽ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. 2 ദിവസത്തേക്ക് ഈ കരച്ചിൽ കാണും. അത് കഴിയുമ്പോൾ ജാസ്മിൻ സട കുടഞ്ഞ് എഴുന്നേക്കും, ഒരു അടിപൊളി പ്ലെയറാണ്. പക്ഷേ മാനിപ്പുലേഷനിലൂടെയാണ് ഇനിയും മുമ്പോട്ട് പോകാൻ പോകുന്നത് എങ്കിൽ ജാസ്മിൻ ഇനി കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റക്കാരോട് പറയാം, ജാസ്മിൻ ഇനി ബിഗ് ബോസ് കപ്പടിച്ചാൽ BBC കപ്പടിച്ചാലും ഒരു വിലയുമില്ല. എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നടക്കുന്ന കാര്യം ജാസ്മിന് പറഞ്ഞു കൊടുത്തു. ജാസ്മിൻ്റെ നെഗറ്റിവിറ്റി വെളിയിൽ എന്താണോ സംഭവിക്കുന്നുള്ള കാര്യം ബിഗ് ബോസ് തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ കപ്പടിച്ചിട്ട് എന്നാ കാര്യം? ഇനിയിപ്പോൾ ഞായറാഴ്ച ക്വിറ്റ് ചെയ്തോളാൻ പറയുമോ, ഉപ്പയ്ക്കുള്ള അസുഖം ശരിയാണോ, ക്വിറ്റ് ചെയ്തോളാൻ പറയുമോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാലേട്ടൻ വന്നവരെ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് നമ്മൾ നടന്നിട്ടില്ല, ഇതേ നടന്നിട്ടുള്ളൂ. ശരണ്യൊക്കെ പക്ക കാര്യം പറഞ്ഞു. എനിക്കൊരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ പോകും അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നെ പുട്ടനാക്കാണെന്ന് ചോദിക്കുന്നത്. പക്ക കാര്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ നിങ്ങളിവിടെ റിസോർട്ടിൽ വന്ന് താമസിക്കുന്ന പോലെയൊക്കെ താമസിക്കുന്നത്, നിങ്ങളുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ശരണ്യ പറയാം, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ അവിടെ മൂന്നാമതായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഡിസ്കംഫേർട്ടാണ്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ മൂന്നാമതായിട്ട് ഇരിക്കുന്ന ആൾക്ക് വരെ ഡിസ്കംഫേർട്ടാണ്. അത്രയ്ക്ക് മോശമാണ് നിങ്ങളുടെ പെരുമാറ്റം. കറക്റ്റല്ലേ? നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ശരണ്യ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജബ്രി കോംബോ പൊട്ടിയിട്ടുണ്ട്. അതായത് ജാസ്മിൻ ഗബ്രി കോംബോ പൊട്ടിയിട്ടുണ്ട്. ഇനി ആരുടെയാണോ പുതിയ കോംബോ വരുന്നതെന്ന് അറിയില്ല. റസ്മിൻ ബായി ആയിട്ടുള്ള പുതിയ കോംബോയൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിള്ളേരെ ട്രോൾ ഇറക്കി തുടങ്ങി, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതുവരെ ഇത്രയാണ് ഇന്ന് സംഭവിച്ചത്. ജാസ്മിൻ പക്ക മാനിപ്പുലേഷൻ ആയിരുന്നു. ഇനി വീട്ടിൽ നിന്ന് വിളിച്ച് ഒറിജിനൽ ആണോ നമുക്കറിയില്ല, എന്നാൽ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഇന്ന പോലെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് അങ്ങനെ മണ്ടത്തരം കാണിക്കുമോ എന്ന് നമുക്കറിയില്ല. പുള്ളിക്കാരൻ വീട്ടിലുണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുള്ളത്. ആ കോംബോ അങ്ങ് പൊട്ടിയിട്ടുണ്ട്. പുതിയ കോംബോ വരുന്ന പുതിയ ആളുകൾ വരുമോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ബൈ.